ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിവിഡൻഡ് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഉള്ള കണ്ടിന്യൂഷൻ പോർഷനാണ് നോക്കുന്നത്. അതായത് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ആണ്. ഈ ചാപ്റ്ററിൽ സെക്ഷൻ 128 തൊട്ട് 138 വരെയുള്ള സെക്ഷൻസാണ് ഉള്ളത്. അതിൽ സെക്ഷൻ 128 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2-3 ഡെഫിനിഷൻസ് പറയേണ്ടിയിരിക്കുന്നു. അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 12 ബുക്ക് ആൻഡ് പേപ്പർ അല്ലെങ്കിൽ ബുക്ക് ഓർ പേപ്പർ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ പഠിപ്പിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത ഡെഫിനിഷൻ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള ഡെഫിനിഷനും പഠിപ്പിക്കണം. അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഡെഫിനിഷൻ പഠിപ്പിക്കണം. അപ്പോൾ ആദ്യം സെക്ഷൻ 2 സബ്സെക്ഷൻ 12 ഡെഫിനിഷനായ ബുക്ക് ആൻഡ് പേപ്പർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബുക്കിൽ പേജ് നമ്പർ 9.4 തന്നെ കൊടുത്തിട്ടുണ്ട്. 9.4 പ്ലേസ് ഓഫ് കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ തൊട്ട് മേളിൽ ബുക്ക് ആൻഡ് പേപ്പർ ആൻഡ് ബുക്ക് ഓർ പേപ്പർ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ കിടക്കുന്നുണ്ടോ? സോ ഐം ജസ്റ്റ് ഗോയിങ് ടു റീഡ് ദാറ്റ് ഡെഫിനിഷൻ. Book and paper and book or paper as defined in section 2 subsection 12 includes books of accounts, deeds, vouchers, writings, documents, minutes and registers maintained on paper or in electronic form. അപ്പോൾ ഈ ബുക്ക് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന ഡെഫിനിഷൻ ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷനാണ്. കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ആദ്യം പറയുന്നത് ഇൻക്ലൂഡ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നാണ്. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്ന് അടുത്ത ഡെഫിനിഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചുരുക്കത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ജേർണൽ, ലെഡ്ജേഴ്സ്, പിന്നെ അതുപോലത്തുള്ള ക്യാഷ് ബുക്ക്, സെയിൽ ബുക്ക്, അതുപോലത്തുള്ള ജനറലി നമ്മൾ ഇത്രയും ഈ ജേർണലിനെയും ലെഡ്ജേഴ്സിനെയും എല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന ടേമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബുക്ക് ആൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. ഈ ബുക്ക് ആൻഡ് പേപ്പറിനകത്ത് വരുന്ന ഒരു ഐറ്റമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതുകൂടാതെ ഡീഡ്സ് ഉണ്ടെന്ന് പറയുന്നു. ഡീഡ്സ് എന്ന് പറഞ്ഞാൽ റെൻ്റൽ ഡീഡ്. അതായത് കമ്പനി ഒരു റെൻ്റൽ പ്രെമിസസിലാണ് ഓഫീസ് സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ റെൻ്റൽ ഡീഡ് എന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ല, ബുക്ക് ആൻഡ് പേപ്പറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ റെൻ്റൽ ഡീഡ് എന്ന് പറയുന്ന ഡീഡ്. ഓക്കെ, അതേപോലെ വൗച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, എക്സ്പെൻസ് വൗച്ചർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കമ്പനിക്ക് എന്തെങ്കിലും ചിലവ് സംഭവിച്ചാൽ ആ ചിലവ് രേഖപ്പെടുത്തുന്ന ഒരു റൈറ്റിംഗ് ഉണ്ട്, ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. ആ വൗച്ചർ എഴുതി ചിട്ടപ്പെടുത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ ആ വൗച്ചറിൻ്റെ എക്സ്പെൻസ് നമ്മൾ ലെഡ്ജേഴ്സിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്, ജേർണലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആണല്ലോ. അതുകൂടാതെ റൈറ്റിങ്സ്, ഡോക്യുമെൻറ്റ്സ്, പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യും. സെയിൽസ്, മറ്റേ റിസീറ്റ് റിസീവ് ചെയ്ത പർച്ചേസസ് റിസീവ് ചെയ്ത നോട്ട്, പർച്ചേസ് റിക്വസിഷൻ സ്ലിപ്പ്, അതേപോലെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അങ്ങനെ പലതരത്തിലുള്ള റൈറ്റിങ്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടേമിലാണ് വിളിക്കുന്നത്, ബുക്ക് ആൻഡ് പേപ്പർ എന്നുള്ള ടേമിലാണ് വിളിക്കുന്നത്. അതുകൂടാതെ മിനിറ്റ്സ്, നിങ്ങൾക്കറിയാം മിനിറ്റ്സ് എന്താണെന്ന്. നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു കാണും. മിനിറ്റ്സ് എന്ന് പറയുന്നത് മീറ്റിംഗ് നടക്കുമ്പോൾ മീറ്റിങ്ങിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു റിട്ടൺ ഫോമിൽ ഡോക്യുമെൻറ്റേഷൻ നടത്തുന്നതിനാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിനിറ്റ്സും എന്തിൻ്റെ ഭാഗമാണ്? ബുക്ക് ആൻഡ് പേപ്പറിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ പലതരത്തിലുള്ള രജിസ്റ്റേഴ്സ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ തൊട്ട് മുമ്പത്തുള്ള ഡിവിഡൻഡ് ചാപ്റ്ററിൽ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ വേറെ പല രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റർ ഓഫ് മെമ്പർ ഉണ്ട്, രജിസ്റ്റർ ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഈ ഏതൊക്കെ രജിസ്റ്റേഴ്സ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അത് ഏത് ജനറൽ ടേമിൽ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ബുക്ക് ആൻഡ് പേപ്പർ എന്നുള്ള ജനറൽ ടേമിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഇത്രയും സാധനങ്ങൾ, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആകാം, ഡീഡ്സ് ആകാം, വൗച്ചേഴ്സ് ആകാം, റൈറ്റിംഗ്സ് ആകാം, മിനിറ്റ്സ് ആകാം, രജിസ്റ്റേഴ്സ് ആകാം, ഇത് നമുക്ക് വേണമെങ്കിൽ പേപ്പർ ഫോം, അതായത് ഫിസിക്കൽ ഫോമിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലോ മെയിൻറ്റെയിൻ ചെയ്യാം. സാധാരണ രീതിയിൽ വലിയ വലിയ കമ്പനീസാണ് ഇലക്ട്രോണിക് ഫോമിൽ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സാധാരണ ചെറിയ കമ്പനീസ് ഇതിങ്ങനെ പേപ്പർ ഫോമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ടാലിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യത്തില്ലേ, ആ ടാലിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ഇലക്ട്രോണിക്കലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലാതെ ഫിസിക്കൽ ബുക്സ് ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇലക്ട്രോണിക് ഫോമിലും വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം ഈ ബുക്ക് ആൻഡ് പേപ്പറിലുള്ള എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലാണ് പേപ്പർ ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 12 ടോക്സ് അബൌട്ട്, ദാറ്റ് ഇസ് ബുക്ക് ആൻഡ് പേപ്പർ. അപ്പോൾ അതൊരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം വരും. ബുക്ക് ആൻഡ് പേപ്പറിൽ വരുന്ന ഒരു സാധനമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് അടുത്ത ഡെഫിനിഷൻ പഠിക്കാനുള്ളത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇതും സ്പെസിഫിക്കലി സത്യം പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് അവർ എടുത്ത് പറയുന്നത്. അതായത് നിങ്ങളുടെ ആ ഡെഫിനിഷൻ തന്നെ നോക്കിയാൽ മതി, ആ പേജിലെ ഡെഫിനിഷൻ 9.4 ഡെഫിനിഷൻ തന്നെ നോക്കിയാൽ മതി. അതായത് ബുക്ക് ആൻഡ് പേപ്പറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചില്ലേ, അതിൻ്റെ തൊട്ട് മേളിൽ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ കിടക്കുന്നത് കേട്ടോ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഇൻക്ലൂഡ്സ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ഇൻ റെസ്പെക്ട് ഓഫ്
അപ്പോൾ ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സിനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യത്തിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓൾ സംസ് ഓഫ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ് ബൈ എ കമ്പനി. ചുരുക്കത്തിൽ പറഞ്ഞാൽ കമ്പനിക്ക് കിട്ടിയ എല്ലാ പൈസ രേഖപ്പെടുത്തുന്ന റെക്കോർഡ്സും പൈസ ചെലവാക്കിയ റെക്കോർഡ്സും എന്താണ് സത്യം പറഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഓൾ സംസ് ഓഫ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ് ബൈ എ കമ്പനി ആൻഡ് ഇൻ മാറ്റേഴ്സ് റിലേഷൻ ടു വിച്ച് ദ റിസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ടേക്സ് പ്ലേസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ റിസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഭാഗമാണ്. അടുത്തത് ഓൾ സെയിൽസ് ആൻഡ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ദ കമ്പനി. അപ്പം ഏത് തരത്തിലുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താലും സെയിൽസും പർച്ചേസും കാണിക്കുന്ന റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് എന്തിൻ്റെ ഭാഗമാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഭാഗമാണ്. സെയിൽസും പർച്ചേസസും കാണിക്കുന്ന സെയിൽസ് ബുക്കുണ്ട്, പർച്ചേസസ് കാണിക്കുന്ന പർച്ചേസ് ബുക്കുണ്ട്. അതുകൂടാതെ നമ്മളുടെ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിൽ ഏറ്റവും മുകളിൽ നമ്മൾ കാണിക്കത്തില്ലേ ടോട്ടൽ സെയിൽസ് റിട്ടേൺഡ്, അതേപോലെ പർച്ചേസ് റിട്ടേൺഡ് എല്ലാം കാണിക്കുമല്ലോ. അപ്പോൾ ഈ റെക്കോർഡ്സ് എന്തിൻ്റെ ഭാഗമാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ മൂന്നാമത്തെ പോയിന്റ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ കമ്പനി. സാധാരണ രീതിയിൽ അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കുന്ന പലതരത്തിലുള്ള റെക്കോർഡുണ്ട്. അസറ്റ്സ് കാണിക്കുന്ന ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ എന്ന് കേട്ടിട്ടില്ലേ? ആ ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ എന്ത് റെക്കോർഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കമ്പനിയുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റ്സിൻ്റെ റെക്കോർഡ്സാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ഫിക്സഡ് അസറ്റ് എപ്പോൾ മേടിച്ചു, അതിൻ്റെ ഇത്രയും നാളത്തെ ഡിപ്രിസിയേഷൻ എത്രയാണ്, അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണ്. അതുകൂടാതെ ഇൻവെൻട്രി റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ആ റെക്കോർഡ്സും എന്തിൻ്റെ ഭാഗമാവും? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഭാഗമാവും. അതേപോലെ ലയബിലിറ്റീസിൻ്റെ റെക്കോർഡ്സും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യും. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിൻ്റെ ലെഡ്ജേഴ്സ് ഉണ്ടാവുമല്ലോ. ആ ക്രെഡിറ്റേഴ്സിൻ്റെ ലെഡ്ജേഴ്സ് കാണിക്കുന്നത് ലയബിലിറ്റീസ് ആണ് കമ്പനിയുടെ. ആ ലയബിലിറ്റീസിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് എന്തിൻ്റെ ഭാഗമാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഭാഗമാണ്. ക്ലിയർ ആയോ? അതുകൂടാതെ ഏറ്റവും ലാസ്റ്റ് നമ്മളെ കമ്പനിക്ക് സെക്ഷൻ 148 പ്രകാരം കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കമ്പനി ആണെങ്കിൽ, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഭാഗമാവും. അതാണ് ഫോർത്ത് പോയിന്റ്. ദി ഐറ്റംസ് ഓഫ് കോസ്റ്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 148 ഓഫ് ദ കമ്പനീസ് ആക്ട് ഇൻ കേസ് ഓഫ് എ കമ്പനി വിച്ച് ബിലോങ്സ് ടു എനി ക്ലാസ് ഓർ ക്ലാസ് ഓഫ് കമ്പനി സ്പെസിഫൈഡ് അണ്ടർ ദാറ്റ് സെക്ഷൻ. 148 എടുക്കുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏതൊക്കെ കമ്പനീസാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് സെക്ഷൻ 148 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള റെക്കോർഡ്സ് കാണിക്കുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ 4 കാര്യങ്ങളാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ 2 ഡെഫിനിഷൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബുക്ക് ആൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് വൗച്ചേഴ്സ്, റെസീറ്റ്സ്, റൈറ്റിങ്സ്, ഡോക്യുമെൻറ്റ്സ്, ട്രാൻസാക്ഷൻസ് നടന്നതിൻ്റെ ഒരു തെളിവാണ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രിയൊക്കെ പാസ് ചെയ്യുന്നത് ആണല്ലോ. അതായത് റിസീവ് ചെയ്ത അമൗണ്ട്, ക്യാഷ് റിസീവ് ചെയ്ത റിസീറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ആ റിസീറ്റ് വെച്ചിട്ടല്ലേ നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നത്. ആ എൻട്രി പാസ് ചെയ്തിട്ടല്ലേ നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതല്ലേ പിന്നെ ക്യാഷ് ബുക്കിലൊക്കെ വരുന്നത് ആണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ബുക്ക് ആൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ള ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനിഷൻ കിടക്കുന്നത് യഥാർത്ഥത്തിൽ പേജ് നമ്പർ 9.7 9.7 കണ്ടോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? സെക്ഷൻ 129 അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനിഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനിഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 40 ഇതിനകത്ത് എടുത്ത് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ 5 സാധനങ്ങൾ അടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഈ 5 സാധനങ്ങൾ എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ആസ് അറ്റ് ദി ഇയർ എൻഡ് ആണ്. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ 5 കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട്, ഇനി അഥവാ നിങ്ങളുടെ കമ്പനി നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള നാം ഉപയോഗിക്കാതെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ള പേരായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതുകൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയും. അതായത് ഇക്വിറ്റിയിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ ലാസ്റ്റ് കോമ്പണൻ്റ് ആണ് നോട്ട്സ് ഫോമിങ് പാർട്ട് ഓഫ് അക്കൗണ്ട്. അപ്പോൾ ഈ 5 സാധനങ്ങൾ ചേരുമ്പോഴാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആകുന്ന കമ്പനിയുടേത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ പല ജേർണൽസും ലെഡ്ജേഴ്സും ട്രയൽ ബാലൻസും എല്ലാം കൂടെ വെച്ചുകൊണ്ടല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ ബാലൻസ് ഷീറ്റും P&L ക്യാഷ് ഫ്ലോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ
ഏറ്റവും വെളിയിൽ ഒരു സർക്കിൾ വെച്ചിട്ട് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കത്തില്ല, അതിൽ ഏറ്റവും വെളിയിൽ നമ്മൾ വരയ്ക്കാനുള്ളത് ബുക്ക് ആൻഡ് പേപ്പറാണ്. ബുക്ക് ആൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്തുണ്ടാക്കുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നും ഏകദേശം റിലേറ്റഡ് ആണ്. ഈ മൂന്നും ഏകദേശം റിലേറ്റഡ് ആണ്. ക്ലിയർ ആയോ? ഒന്നിൽ നിന്നാണ് മറ്റതുണ്ടാക്കുന്നത്, അതിൽ നിന്നാണ് മറ്റതുണ്ടാക്കുന്നത്. ഇത് മൂന്നും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ട് വേറെ പല കാര്യങ്ങൾ പറയാനുണ്ട്. അത് സെക്ഷൻ 129 പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് മൂന്നും പിടികിട്ടിയോ? ഇനി തിരിച്ചു വാ. സെക്ഷൻ 128 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 128 വളരെയധികം സിമ്പിളാണ്. ഇത്രയേ പറയുന്നുള്ളൂ സെക്ഷൻ 128 പല കാര്യങ്ങളിൽ. ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ കമ്പനിയും എല്ലാ വർഷവും, അതായത് എല്ലാ വർഷവും എന്ന് ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡെഫിനിഷനും ഞാൻ സെക്ഷൻ 129 പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചുരുക്കത്തിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസം അടങ്ങുന്ന ഒരു വർഷമാണ്. പക്ഷേ ഈ വർഷത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് 31 മാർച്ച് ആണ്. അത്രയേ ഉള്ളൂ ഫിനാൻഷ്യൽ ഇയർ. അത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയും, അക്കൗണ്ടിങ് ഇയർ എന്ന് പറയും. പിന്നെ നമ്മൾ കലണ്ടർ ഇയർ എന്ന് പറയുന്നത് 12 മാസം അടങ്ങുന്ന ഒരു വർഷമാണ്. പക്ഷേ 31 ഡിസംബറിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ ആയോ? അപ്പോൾ സെക്ഷൻ 128 ഞാൻ തിരിച്ചു പോയാണ്. സെക്ഷൻ 128 പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ കമ്പനിയും എല്ലാ വർഷത്തേക്കും അവർ എന്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുകൂടാതെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ആ കമ്പനിയുടെ അഫയേഴ്സ്, കമ്പനിയുടെ പ്രവർത്തനത്തെ പറ്റിയിട്ടുള്ള ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്ന തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കണം. എന്തൊക്കെ ഞാൻ പറഞ്ഞത്? ഒരു കമ്പനിയാണെങ്കിൽ എല്ലാ വർഷവും എല്ലാ ഫിനാൻഷ്യൽ ഇയർ അവർ എന്ത് പ്രിപ്പയർ ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏത് തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കണം? ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കണം. കമ്പനീൻ്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ പറ്റിയിട്ടുള്ള ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്ന തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കണം. എന്താണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റിങ്ങിൽ പഠിച്ചു കാണും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ അതൊരു കോൺസെപ്റ്റാണ്. അത് യഥാർത്ഥത്തിൽ ഓഡിറ്റിങ്ങിലാണ് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. തൽക്കാലം നിങ്ങൾക്ക് അറിയാമെന്നുള്ള വിശ്വാസത്തിൽ ഞാനങ്ങ് മുന്നോട്ട് പോകുന്നു. ഇല്ലെങ്കിൽ ആ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കോൺസെപ്റ്റ് പറയുമ്പോൾ കുറേ എക്സാമ്പിളൊക്കെ പറയണം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, എല്ലാ വർഷവും പ്രിപ്പയർ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയായിരിക്കണം? ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രാഞ്ച് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്ഥാപനത്തിന് വേറെ പല ബ്രാഞ്ച് ഓഫീസസ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ച് ഓഫീസസിലും നടക്കുന്ന അഫയേഴ്സിനെ പറ്റിയിട്ടുള്ള ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്ന അക്കൗണ്ട്സും കൂടെ ഉണ്ടായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യണം. ഈ ബ്രാഞ്ച് അക്കൗണ്ട്സും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ഓവറോൾ എൻറ്റിറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. എല്ലാ വർഷവും ഉണ്ടാക്കുന്ന ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ ആയിരിക്കണമെന്ന് വെച്ചാൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കണം. നിങ്ങൾക്കറിയാം ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന്. ഒരു ട്രാൻസാക്ഷനിൽ 2 ഇഫക്റ്റ് വരും, ക്രെഡിറ്റും ഡെബിറ്റും വരും. ആ ക്രെഡിറ്റും ഡെബിറ്റും വരുന്നത് 2 അക്കൗണ്ടിൽ പോകണം. യഥാർത്ഥത്തിൽ ക്രെഡിറ്റിന് പൈസ കൊടുത്താൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തെന്നുള്ള റിഫ്ലക്റ്റ് ചെയ്യണം. അതുകൂടാതെ ക്യാഷ് അക്കൗണ്ടിലും റിഫ്ലക്റ്റ് ചെയ്യണം ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തെന്ന്. അതായത് ക്യാഷ് കുറയണം, അതേപോലെ ക്രെഡിറ്റേഴ്സും കുറയണം ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിൽ. അതുകൂടാതെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡബിൾ എൻട്രി സിസ്റ്റവും ആയിരിക്കണം. അതുകൂടാതെ അക്രൂവൽ ബേസിസിലായിരിക്കണം. അക്രൂവൽ ബേസിസ് എന്താണെന്നറിയാം? ക്യാഷ് ബേസിസ് അല്ലാത്ത ബേസിസാണ് അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ എൻട്രി റെക്കഗ്നൈസ് ചെയ്യും, അല്ലാതെ പൈസ റിയലൈസ് ചെയ്തോ ഇല്ലയോ എന്നുള്ള അനുസരിച്ചിട്ടല്ല നമ്മൾ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ക്ലിയർ ആയോ? അപ്പോൾ ചുരുക്കത്തിൽ സെക്ഷൻ 128 എന്താ പറയുന്നത്? ഈ എല്ലാ കമ്പനിയും എല്ലാ വർഷവും എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റെക്കോർഡ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ പറ്റിയിട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്ന രീതിയിൽ വേണം. ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിൻ്റെയും പറ്റിയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും റെക്കോർഡ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? അക്രൂവൽ ബേസിസും ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അതുകൂടാതെ ആ ജനറൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 9.4 ജനറൽ റിക്വയർമെൻറ്റ് സ്റ്റാർട്ടിങ് കിടക്കുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ 3 പോയിൻറ്റ്. ഓക്കെ, ആ 3 പോയിൻറ്റ് കഴിഞ്ഞിട്ട് അക്രൂവൽ ബേസിസ് എന്താണെന്ന് അവർ പറയുന്നുണ്ട്. താഴെ ഡബിൾ എൻട്രി എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഡെഫിനിഷൻ, ബുക്ക് ആൻഡ് പേപ്പറിൻ്റെ ഡെഫിനിഷൻ. പിന്നെ അടുത്ത തൊട്ടാണ് ശരിക്കും പറഞ്ഞത് നമ്മൾ സെക്ഷനിലോട്ട് വീണ്ടും കയറുന്നത്. അതായത് പ്ലേസ് ഓഫ് കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എവിടെ വയ്ക്കും? അതായത് കമ്പനി എവിടെ വയ്ക്കും ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട്? സാധാരണ രീതിയിൽ കമ്പനി എവിടെ വയ്ക്കുന്നു വെച്ചാൽ രജിസ്റ്റേർഡ് ഓഫീസിൽ വേണം ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് കീപ്പ് ചെയ്യാൻ. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതുകൂടാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്ക് ആൻഡ് പേപ്പേഴ്സൊക്കെ ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ റെൻ്റൽ ഡീഡ്, റെസീറ്റ്, വൗച്ചേഴ്സ്, ഇതെല്ലാം കമ്പനി എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കമ്പനി എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം? അവരെ രജിസ്റ്റേർഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. വേണമെങ്കിൽ ഈ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട് ഒരു പ്രൊവിസോ ആയിട്ട്, വേണമെങ്കിൽ കമ്പനിക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കാം. രജിസ്റ്റേർഡ് ഓഫീസ് അല്ലാത്ത വേറെ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം.
അപ്പോൾ വേണമെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിൽ തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ തീരുമാനിച്ചിട്ട് ഇന്ത്യൻ്റെ അകത്ത് വേറെ എവിടെ വേണമെങ്കിലും ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുന്ന തീരുമാനം ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ വേറെ ഇന്ത്യക്കകത്ത് തന്നെയായിരിക്കണം, ഇന്ത്യക്കകത്ത് വേറൊരു സ്ഥലത്ത് നിങ്ങൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നെങ്കിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ കുറച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേറൊരു സ്ഥലത്ത് കീപ്പ് ചെയ്യുക, രജിസ്റ്റേർഡ് ഓഫീസിലല്ലാതെ. അങ്ങനെ കീപ്പ് ചെയ്യാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കി തീരുമാനിക്കുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ വേറൊരു അഡ്രസ്സിലാണ് കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് രജിസ്ട്രാറിനെ അറിയിച്ചിരിക്കണം. കാര്യം രജിസ്ട്രാർ ഇത് അറിയാനുള്ളതാണ്. രജിസ്ട്രാറിന് ചിലപ്പോൾ ഇൻസ്പെക്ഷൻ വല്ലതും നടത്തണമെങ്കിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് വരുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല. അപ്പോൾ ആ സ്ഥലം ഉള്ളതായിട്ട് രജിസ്ട്രാറിനെ അറിയിക്കണം. എത്ര ദിവസത്തിനുള്ളിൽ അറിയിക്കണം? ബോർഡ് റെസൊല്യൂഷൻ എടുത്തിട്ട് 7 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. അതാണ് പ്ലേസ് ഓഫ് കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു പാരയിൽ പറയുന്നത്. സെക്ഷൻ ഞാൻ വായിക്കുകയാണ്. സെക്ഷൻ 128(1) requires every company to prepare and keep books of accounts and other relevant books and papers and financial statement at its registered office. Provided എന്നുള്ള വാക്ക് provided എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊവിസോ ആണ്. Provided all or any of the books of accounts, വേണമെങ്കിൽ എല്ലാം അല്ലെങ്കിൽ ചിലത്, അതാണ് ഓൾ ഓർ എനി, ഓക്കെ, ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മേ ബി കെപ്റ്റ് അറ്റ് സച്ച് അതർ പ്ലേസ് ഇൻ ഇന്ത്യ ആസ് ഇൻ ഇന്ത്യ മാർക്ക് ചെയ്യുക, മറക്കല്ല, അത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. ആസ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ ഡിസൈഡ് വെയർ സച്ച് എ ഡിസിഷൻ ഇസ് ടേക്കൺ ബൈ ദ ബോർഡ് ദ കമ്പനി ഷാൽ വിത്തിൻ 7 days, 7 മാർക്ക് ചെയ്യുക. കാര്യം നിങ്ങൾക്ക് OMR ഉണ്ടല്ലോ, ആ 30 മാർക്കിൻ്റെ OMR ഉള്ളതുകൊണ്ട് ഈ ഡേയ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു നിന്നിരിക്കാം. വിത്തിൻ 7 days thereof file with the registrar a notice in writing giving full address of that other place. അപ്പോൾ ആ മറ്റേ സ്ഥലത്തുള്ള ഫുൾ അഡ്രസ്സ് ആരെ അറിയിച്ചിരിക്കണം? 7 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിനെ അറിയിച്ചിരിക്കണം. സിമ്പിളാണല്ലോ. ഇനി പറയുന്നത് ശ്രദ്ധിച്ചേട്ടെ, ഞാൻ പറഞ്ഞു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യാം, അതായത് പേപ്പർ ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കമ്പനീസിൻ്റെ റൂൾസ് ഉണ്ട്. അതായത് കമ്പനീസിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ സ്പെസിഫിക്കലി റൂൾസ് ഏതാണെന്ന് വെച്ചാൽ കമ്പനീസ് ബ്രാക്കറ്റിൽ അക്കൗണ്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് റൂൾസ് 2014. ആ റൂൾസിനകത്ത് റൂൾ 3 തന്നെ എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന്. പറഞ്ഞു പിടികിട്ടിയോ? അതായത് കമ്പനി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇലക്ട്രോണിക് ഫോമിൽ, എന്നാൽ ഇലക്ട്രോണിക് ഫോമിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് റൂൾസിൽ പറയുന്നുണ്ട്. കമ്പനീസ് അക്കൗണ്ട്സ് റൂൾസ് 2014 റൂൾ 3 സ്പെസിഫിക്കലി പറയുന്നത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ആ റൂൾ 3 ഒരു 6 പോയിന്റ് പറയുന്നുണ്ട്. ആ 6 പോയിന്റാണ് അടുത്ത പേജിൽ ഏറ്റവും വലുതായിട്ട് കിടക്കുന്നുണ്ടോ. മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ഇലക്ട്രോണിക് ഫോം. അതിനകത്ത് a company has an option of keeping books of accounts or other relevant papers in electronic mode as per Rule 3 of the Companies Accounts Rules 2014. Rule 3 lays down the manner of books of accounts to be kept in electronic mode. അപ്പോൾ ഈ 6 പോയിന്റ് എന്തൊക്കെയാണെന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ആദ്യത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിൽ ഇറ്റ് ഷാൽ റിമെയിൻ ആക്സസബിൾ ഇൻ ഇന്ത്യ. അതായത് അത് ഇന്ത്യയിൽ ആക്സസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ടാലിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിൽ വേണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അതാണ് ആ ഫസ്റ്റ് പോയിന്റ്. സച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ റെലവൻറ്റ് ബുക്സ് ഓർ പേപ്പർ മെയിൻറ്റെയിൻഡ് ഇൻ ഇലക്ട്രോണിക് മോഡ് ഷാൽ റിമെയിൻ ആക്സസബിൾ ഇൻ ഇന്ത്യ സോ ഫാർ ആസ് ടു ബി യൂസ്ഫുൾ ഫോർ സബ്സീക്വൻറ്റ് റെഫറൻസ്. പിന്നീട് എപ്പോഴെങ്കിലും മറിച്ച് നോക്കാനൊക്കെ നിങ്ങൾ താല്പര്യപ്പെടുകയാണെങ്കിൽ സബ്സീക്വൻറ്റ് റെഫറൻസ് അത് ഇറ്റ് ഷാൽ റിമെയിൻ ആക്സസബിൾ ഇൻ ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സോ റെലവൻറ്റ് പേപ്പേഴ്സോ ഒക്കെ ഇല്ലേ, അത് നമ്മൾ എങ്ങനെയാണോ സ്റ്റോർ ചെയ്തത് അതേപോലെ തന്നെ റിട്രീവ് ചെയ്യുന്ന തരത്തിൽ ആയിരിക്കണം. ഞാനത് റീറ്റെയിൻ ചെയ്യണം, ആ ഫോർമാറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യണം എന്നാണ് ആ സെക്കൻഡ് പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. ആ സെക്കൻഡ് പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ റെക്കോർഡ് ഷാൽ ബി റീറ്റെയിൻഡ് കംപ്ലീറ്റ്ലി ഇൻ ദ ഫോർമാറ്റ് വിച്ച് ദേ വർ ഒറിജിനലി ജനറേറ്റഡ്. എങ്ങനെയാണോ നമ്മൾ ഒറിജിനലി ഇത് ഉണ്ടാക്കിയത്, ഈ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ അത് റീറ്റെയിൻ ചെയ്യണം. ഒറിജിനലി ജനറേറ്റഡ്, സെൻഡ് ഓർ റിസീവ്ഡ് ഓർ ഇൻ എ ഫോർമാറ്റ് വിച്ച് ഷാൽ റെപ്രസെൻറ്റ്. ഇനി അതുപോലെ തന്നെ പറ്റിയില്ലെങ്കിൽ വേറെ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ചോ, പക്ഷേ അത് ആക്യുറേറ്റ്ലി ഡിപ്പിക്റ്റ് ചെയ്യണം നിങ്ങൾ എന്ത് ഇൻഫർമേഷനാണോ ഇലക്ട്രോണിക് ഫോമിൽ ജനറേറ്റ് ചെയ്തതോ റിസീവ് ചെയ്തതോ സെൻഡ് ചെയ്തതോ. വിച്ച് ഷാൽ പ്രസൻറ്റ് ആക്യുറേറ്റ്ലി ദി ഇൻഫർമേഷൻ ജനറേറ്റഡ്, സെൻഡ് ഓർ റിസീവ്ഡ് ആൻഡ് ദി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദി ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഷാൽ റിമെയിൻ കംപ്ലീറ്റ് ആൻഡ് അൺആൾട്ടേർഡ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്ത് വിഴുങ്ങരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൾട്ടറും ചെയ്യരുത്. ഓക്കെ, അതുകൂടാതെ ബ്രാഞ്ച് ഓഫീസേഴ്സിൽ നിന്ന്
ബ്രാഞ്ച് ഓഫീസസ് ഉണ്ടെങ്കിൽ, ബ്രാഞ്ചുകളുണ്ടെങ്കിൽ, കമ്പനിക്ക് ബ്രാഞ്ചുകളുണ്ടെങ്കിൽ പല ബ്രാഞ്ച് ഓഫീസസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ആ ഇൻഫർമേഷൻ ബ്രാഞ്ചിൽ നിന്ന് കിട്ടിയ അതേപോലെ തന്നെ ഇലക്ട്രോണിക്കലി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ദി ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ഓഫീസേഴ്സ് ഷാൽ നോട്ട് ബി ഓൾട്ടേർഡ് ആൻഡ് ഷാൽ ബി കെപ്റ്റ് ഇൻ എ മാനർ വെയർ ഇറ്റ് ഷാൽ ഡെപിക്ട് വാട്ട് വാസ് ഒറിജിനലി റിസീവ്ഡ് ഫ്രം ദ ബ്രാഞ്ചസ്. അപ്പോൾ ബ്രാഞ്ചിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ തന്നെ ഡെപിക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഇലക്ട്രോണിക്കലി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ് എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ലെജിബിൾ ആയിട്ടുള്ള രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ദി ഇൻഫർമേഷൻ ഇൻ ദി ഇലക്ട്രോണിക് റെക്കോർഡ് ഓഫ് ദ ഡോക്യുമെന്റ്സ് ഷാൽ ബി കേപ്പബിൾ ഓഫ് ബീങ് ഡിസ്പ്ലേഡ് ഇൻ എ ലെജിബിൾ ഫോം. ലെജിബിൾ എന്ന് പറഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ. ക്ലിയർ ആയോ? അതുകൂടാതെ ചിലപ്പോൾ നിങ്ങൾ ഈ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നമ്മൾ നിങ്ങൾ ടാലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ആർട്ടിക്കിൾഷിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഗ്രാഹ്യം വരത്തുള്ളൂ. ടാലിയെ പറ്റി ഇല്ല, നിങ്ങൾക്കറിയത്തില്ല. പോട്ടെ, നമ്മൾ ബാക്കപ്പ് ഒക്കെ എടുത്തു വയ്ക്കും. നമ്മളൊരു ഫയൽ ഉണ്ടാക്കിയാൽ ആ ഫയലിൻ്റെ കോപ്പി വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യും. കാര്യം ഒറിജിനൽ ഫയൽ ഡിസ്ട്രോയ് ആയി പോയാലും ബാക്കപ്പ് ത്രൂ നമുക്കത് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ബാക്കപ്പ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ബാക്കപ്പ് പോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബാക്കപ്പ് ചിലപ്പോൾ ഇന്ത്യക്ക് വെളിയിലോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ബാക്കപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബാക്കപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെർവറിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ ഇൻ ഇന്ത്യ ആയിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫേസ്ബുക്കൊക്കെ ആക്സസ് ചെയ്യത്തില്ലേ, ഫേസ്ബുക്കിൽ നമ്മൾ പല ഇൻഫർമേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫേസ്ബുക്കിൻ്റെ സെർവർ ഇരിക്കുന്നത് ഇന്ത്യയിലല്ല, അത് യൂറോപ്പിൽ ആണെന്നല്ല, അമേരിക്കയിൽ എവിടെയാണ്ടാണ്. ഞാൻ അതിൻ്റെ പടം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പടം കണ്ടിട്ടുണ്ടോ, ഫേസ്ബുക്കിലെ സെർവേഴ്സിൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ടില്ലേ? ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്, അതിനകത്ത് നിറച്ച് AC ഒക്കെ വെച്ചിട്ട് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. അത് സത്യം പറഞ്ഞ സെർവറാണ്. ആ സെർവറിനകത്താണ് യഥാർത്ഥത്തിൽ അത് സ്റ്റോർ ആവുന്നത്. അത് ഇന്ത്യക്ക് പുറത്താണ്. പക്ഷെ നമ്മൾ ഇൻ്റർനെറ്റ് വഴി അത് ആക്സസ് ചെയ്യാണ്. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ ഇല്ലേ, നമ്മളെ കമ്പനീസിലുള്ള ഇൻഫർമേഷൻ, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇലക്ട്രോണിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഫർമേഷൻ, അതിൻ്റെ ബാക്കപ്പ് വല്ലതും നമ്മൾ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെർവർ എവിടെയായിരിക്കണം ഫിസിക്കലി ലൊക്കേറ്റഡ്? അതായത് ഹാർഡ് ഡിസ്ക്, അതാണ് ആ സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഫിസിക്കൽ സെർവർ എവിടെയായിരിക്കണം? ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ദ ബാക്കപ്പ് ഓഫ് ദി അക്കൗണ്ട്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്ക് ആൻഡ് പേപ്പർ ഓഫ് ദ കമ്പനി മെയിൻറ്റെയിൻഡ് ഇൻ ഇലക്ട്രോണിക് mode, including at a place outside India, if any, shall be kept in servers physically located in India on a periodic basis. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഓർക്കണ്ട, പക്ഷെ എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഈ റൂൾസ് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ, കമ്പനി എല്ലാ വർഷവും, അതായത് വർഷാവർഷവും രജിസ്ട്രാറിന് 2 കാര്യങ്ങൾ അയച്ചു കൊടുക്കും. ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അയച്ചു കൊടുക്കും, പിന്നെ ആനുവൽ റിട്ടേണും അയച്ചു കൊടുക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സെക്ഷൻ 137 പ്രകാരം അയച്ചു കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ ആനുവൽ റിട്ടേൺ സെക്ഷൻ 192 അല്ല, സെക്ഷൻ 92 പ്രകാരം അയച്ചു കൊടുക്കും. അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ രജിസ്ട്രാറിന് വർഷാവർഷം ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ 2-3 ഇൻഫർമേഷൻ കൂടെ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യണം. അതായത് 6th point, the company shall intimate to the registrar on an annual basis at the time of filing of financial statement following relevant information related to service provider. അതായത് ഈ ഇലക്ട്രോണിക് മോഡിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യല്ലേ, ആ ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പം ഒരു സർവീസ് പ്രൊവൈഡറാണ് നമുക്ക് ആ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് ഇപ്പോൾ ടാലി ആണെങ്കിൽ ടാലി എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മളെ ആ ഒരു ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സോഫ്റ്റ്വെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരെ പറ്റിയിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ, ആ നെയിം ഓഫ് ദ സർവീസ് പ്രൊവൈഡർ, ടാലി ആണെങ്കിൽ ടാലി, SAP ആണെങ്കിൽ SAP, അതേപോലെ അവരുടെ IP അഡ്രസ്സ് ഉണ്ടാവും, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ്, അതും പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ലൊക്കേഷൻ ഉണ്ടാവും, അവരെവിടെയാണ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്, ലൊക്കേഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡർ. അതുകൂടാതെ ക്ലൗഡിൽ വല്ലതും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ, ആ ക്ലൗഡിൻ്റെ സർവീസ് പ്രൊവൈഡറിൻ്റെ അഡ്രസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് ഗൂഗിൾ ക്ലൗഡൊക്കെ ഇല്ലേ, അപ്പോൾ ഗൂഗിളിൻ്റെ അഡ്രസ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. CD, where the books of accounts and other books and paper are maintained on cloud, such address as provided by the service provider. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്കൽ ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ സർവീസ് പ്രൊവൈഡറിനെ പറ്റിയിട്ടുള്ള പല ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യണം, ക്ലൗഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യണം. ആർക്ക്? രജിസ്ട്രാറിന് വർഷാവർഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കണം രജിസ്ട്രാറിന്. ക്ലിയർ ആയോ ഇത്രയും? ഇനി അടുത്തത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ സെക്ഷൻ 128 സബ്സെക്ഷൻ 2 ആണ്, ബ്രാഞ്ച് ഓഫീസിനെ പറ്റിയിട്ടൊക്കെയാണ്. ഓക്കെ, ബ്രാഞ്ച് ഓഫീസിനെ പറ്റി പറയുന്നത് ആ പേജിൽ തന്നെയാണ്. 9.5 ഏറ്റവും അവസാനം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബ്രാഞ്ച് ഓഫീസിൽ കിടക്കുന്നുണ്ടോ? വേണമെങ്കിൽ ബ്രാക്കറ്റിൽ സെക്ഷൻ 128 സബ്സെക്ഷൻ 2 എന്ന് എഴുതിക്കോ. ഓക്കെ, അതാണ് യഥാർത്ഥത്തിൽ ആ സബ്സെക്ഷൻ. ഇനി ആ സെക്ഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ബ്രാഞ്ച് ഓഫീസ്
വേറെ ഇന്ത്യക്ക് ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളുടെ കമ്പനിയിലെ എയർലൈൻസ് ലിമിറ്റഡ്, അതായത് ഇൻ്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ്, അതിൻ്റെ ഹെഡ് ഓഫീസ് ഇരിക്കുന്ന ഡൽഹിയിലാണ്. പക്ഷേ അതിന് വേറെ പല ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് മഹാരാഷ്ട്രയിലുണ്ട്, ഒന്ന് കേരളയിലുണ്ട്. അപ്പോൾ ഈ മഹാരാഷ്ട്രയിലും വെച്ചുകൊണ്ട് പല ട്രാൻസാക്ഷൻസ് നടക്കും. അതായത് ടിക്കറ്റ് വിൽക്കും, എയർലൈൻസ് ചിലപ്പോൾ മേടിച്ചെന്നിരിക്കും. അങ്ങനത്തെ പല ട്രാൻസാക്ഷൻസ് ആ ബ്രാഞ്ചിൽ എഫക്റ്റ് ചെയ്തെന്നിരിക്കും. എന്നാൽ ആ ബ്രാഞ്ചിൽ എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു സമ്മറൈസ്ഡ് റിട്ടേൺ പീരിയോഡിക്കൽ ഇൻ്റർവെൽസിൽ മെയിൻ ഓഫീസിൽ, ഡൽഹിയിലെ രജിസ്റ്റേർഡ് ഓഫീസിൽ, അവിടെ പീരിയോഡിക്കലി അത് അയച്ചു കൊടുക്കണം. ഓക്കെ, എന്നാണ് പറയുന്നത് ഈ സെക്ഷൻ 128 സബ്സെക്ഷൻ 2. അതായത് വേറെ കമ്പനി ഹാസ് എ ബ്രാഞ്ച് ഓഫീസ് ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഔട്ട്സൈഡ് ഇന്ത്യയും ആകാം കേട്ടോ ബ്രാഞ്ച്. ഇറ്റ് ഷാൽ ബി ഡീം ടു ഹാവ് കംപ്ലൈഡ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 1. തൊട്ട് മേളിൽ പറഞ്ഞ സബ്സെക്ഷനെ പറ്റിയിട്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ മെയിൻ്റെനൻസിനെ പറ്റിയിട്ടുള്ള സബ്സെക്ഷൻ 1 പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചിരിക്കുന്നു എന്ന് എപ്പോൾ പറയും? ഇഫ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ദ ട്രാൻസാക്ഷൻ എഫക്റ്റഡ് അറ്റ് ദ ബ്രാഞ്ച് ആർ കെപ്റ്റ് അറ്റ് ദാറ്റ് ഓഫീസ്. ആ ബ്രാഞ്ചിൽ തന്നെ വെക്കുന്നുണ്ട്, റെലവൻറ്റ് ബുക്സ് ആൻഡ് പേപ്പറും എല്ലാം വെക്കുന്നുണ്ട്. അത് കൂടാതെ പ്രോപ്പർ സമ്മറൈസ്ഡ് റിട്ടേൺസ് periodically are sent by the branch office to the company at its registered office and are kept open for inspection at the registered office of the company and such other places in India by any director during business hour. അപ്പോൾ അതായത് ഈ ബ്രാഞ്ചിൽ അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ പറ്റിയിട്ട് ബ്രാഞ്ച് റെക്കോർഡ് ചെയ്യണം. അതുകൂടാതെ അതിനെ പറ്റിയിട്ടുള്ള സമ്മറൈസ്ഡ് റിട്ടേൺസ് എങ്ങോട്ട് അയച്ചു കൊടുക്കണം? പീരിയോഡിക്കലി രജിസ്റ്റേർഡ് ഓഫീസിലോട്ട് അയച്ചു കൊടുക്കണം. അതുകൂടാതെ ഈ ബ്രാഞ്ചിൻ്റെ ഇൻഫർമേഷനും അതുകൂടാതെയുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും എല്ലാ ഡയറക്ടേഴ്സിനും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സിന് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ യഥാർത്ഥത്തിൽ CFO ഒക്കെയാണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. CFO അതായത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ CFO മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. ബിസിനസ് അവേഴ്സിൽ എല്ലാ ഡയറക്ടേഴ്സിനും, ഏത് ഡയറക്ടറായാലും ബിസിനസ് അവേഴ്സിൽ പരിശോധിച്ച് നോക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ at the registered office of the company for the directors. അപ്പോൾ ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് ബ്രാഞ്ചിൻ്റെ ആകാം, അല്ലെങ്കിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബ്രാഞ്ച് ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ ആ ബ്രാഞ്ച് ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിൽ തന്നെയുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കാം. അതൊക്കെ ആർക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും? ഡയറക്ടേഴ്സിന് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അത് ഏത് ഡയറക്ടറിനും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബിസിനസ് അവേഴ്സിൽ വേണം ഇൻസ്പെക്ട് ചെയ്യാൻ. ഈ ബിസിനസ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 9 o'clock to 6 PM ഇല്ലേ, ആ ഒരു സമയത്തിനാണ് ബിസിനസ് അവേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൂടാതെ തൊട്ട് താഴെ ഇൻസ്പെക്ഷൻ ബൈ ഡയറക്ടേഴ്സ് ആണ്. ഞാൻ ഇച്ചിരി നേരത്തെ മുമ്പ് പറഞ്ഞു തന്നെ, അത് സെക്ഷൻ 128 സബ്സെക്ഷൻ 3 ആണ്. അതിനകത്ത് എന്താ പറയുന്നത്? ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഇല്ലേ, ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബുക്ക് ആൻഡ് പേപ്പറൊക്കെ, അത് ആർക്ക് ഇൻസ്പെക്ട് ചെയ്യാം? ഡയറക്ടേഴ്സിന് ഇൻസ്പെക്ട് ചെയ്യാം. ബിസിനസ് അവേഴ്സിൽ വേണം ഇൻസ്പെക്ട് ചെയ്യാൻ. ആ ബിസിനസ് അവേഴ്സിൽ ഏതൊരു ഡയറക്ടറിനും ഇൻസ്പെക്ട് ചെയ്യാം. അതാണ് ആ സെക്ഷനിൽ പറയുന്നത്. ആസ് പെർ സെക്ഷൻ 128 സബ്സെക്ഷൻ 3, എനി ഡയറക്ടർ ക്യാൻ ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ആൻഡ് പേപ്പേഴ്സ് ഓഫ് ദ കമ്പനി ഡ്യൂറിംഗ് ബിസിനസ് അവേഴ്സ്. സച്ച് ഇൻസ്പെക്ഷൻ മേ ബി ഡൺ ബൈ എനി ടൈപ്പ് ഓഫ് ഡയറക്ടർ. അത് നോമിനി ഡയറക്ടർ ആവാം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാം, പ്രൊമോട്ടർ ആകാം, ഹോൾ ടൈം ഡയറക്ടർ ആവാം. ഈ നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ബാങ്കിൽ പോയി ഒരു വലിയൊരു ലോൺ എടുത്തു. ബാങ്കിൽ പോയി വലിയൊരു ലോൺ എടുത്താൽ നമ്മളുടെ കമ്പനി നേരെ ചൊവ്വേ പ്രവർത്തിച്ചാലേ ഈ ലോൺ തിരിച്ച് അടവായിട്ട് ആർക്ക് കിട്ടത്തുള്ളൂ? ബാങ്കിന്. അപ്പോൾ ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് മുമ്പ് ഒരു അഗ്രിമെൻ്റ് എഴുതും, ലോൺ അഗ്രിമെൻറ്റ്. അതിനകത്തൊരു ക്ലോസിൽ മെൻഷൻ ചെയ്യും, നിങ്ങളെ കമ്പനിയിലെ ഒരു ഡയറക്ടർ നമ്മളുടെ ബാങ്ക് തിരഞ്ഞെടുക്കുന്ന ഡയറക്ടർ ആയിരിക്കുമെന്ന്. അങ്ങനെ ഉള്ള ഒരു ഡയറക്ടറിനെയാണ് നോമിനി ഡയറക്ടർ എന്ന് പറയുന്നത്. ഈ ഡയറക്ടറിനെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? മെമ്പേഴ്സ് അല്ല തിരഞ്ഞെടുക്കുന്ന ബാങ്കാണ്. അങ്ങനെ അയക്കുന്ന ഡയറക്ടറിനെയാണ് നോമിനി ഡയറക്ടർ എന്ന് പറയുന്നത്. പിന്നെ ചില കമ്പനികളിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വെക്കേണ്ടി വരും. ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ കമ്പനിയുമായിട്ട് യാതൊരു തരത്തിൽ ബന്ധമില്ലാത്ത ഒരു ഡയറക്ടറാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അത് ലിസ്റ്റഡ് കമ്പനീസിലേക്കാണ് വരുന്നത്. ലിസ്റ്റഡ് കമ്പനീസ് അവരുടെ കോർപ്പറേറ്റ് ഗവർണൻസിനെ മാനിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെയൊക്കെ വെക്കണം. അതുപോലെ പ്രൊമോട്ടർ ആരാന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പ്രൊമോട്ടർ ഫൗണ്ടേഷൻ തൊട്ടേ പഠിച്ചു വരുന്നത്. അങ്ങനെ പ്രൊമോട്ടേഴ്സ് ചിലപ്പോൾ ഡയറക്ടറായിരിക്കും, എന്നാൽ പ്രൊമോട്ടർ ഡയറക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ ഹോൾ ടൈം ഡയറക്ടർ ഉണ്ടാവും. ഈ ഡയറക്ടേഴ്സിൻ്റെ പോർഷൻ ആക്ച്വലി നിങ്ങളുടെ ഫൈനലിൻ്റെ പോർഷനാണ്. അത് അപ്പം പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. നമ്മളെ കമ്പനിക്ക് സബ്സിഡറി ഉണ്ട്. നമ്മളെ കമ്പനിക്ക് എന്തുണ്ട്? സബ്സിഡറി കമ്പനീസ് ഉണ്ട്. ഈ സബ്സിഡറി കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണമെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഡയറക്ടേഴ്സിന് ഇൻസ്പെക്ട് ചെയ്യാം. പറയുന്ന പിടികിട്ടിയോ? നമ്മളെ കമ്പനി ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്, നമുക്ക് സബ്സിഡറി ഉണ്ട്. സബ്സിഡറി ഉണ്ടാക്കുന്ന അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണമെങ്കിൽ ആർക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും? നമ്മളുടെ കമ്പനിയിലെ ഡയറക്ടേഴ്സിന് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളുടെ കമ്പനിയായ ഹോൾഡിംഗ് കമ്പനി ഒരു ബോർഡ് മീറ്റിംഗ് കൂടണം. എന്നിട്ട് ബോർഡ് മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടറിന് ആ സബ്സിഡറി കമ്പനിയിൽ പോയി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സബ്സിഡറി കമ്പനിയുടെ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ ആ ഡയറക്ടർ നമ്മളെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പോകും. ക്ലിയർ ആയോ എന്ന് പറയുന്ന ഒരു പോർഷനാണത്. കണ്ടോ? ദ പ്രൊവിസോ ടു സബ്സെക്ഷൻ 3 provides that a person can inspect the books of accounts of the subsidiary only on authorization by way of the resolution of the board of directors.
അപ്പോൾ സബ്സിഡറിയുടെ അക്കൗണ്ട്സ് വേണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പരിശോധിക്കാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഏത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ഹോൾഡിംഗ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ റെസൊല്യൂഷൻ പാസ്സാക്കി ആരെങ്കിലും ഓതറൈസ് ചെയ്താൽ മതി അതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻഫർമേഷൻ ആണെങ്കിലാണ് ഈ സത്യം പറഞ്ഞാൽ ഈ തൊട്ട് താഴെയുള്ളത് ബ്രാഞ്ച്, ഇന്ത്യക്ക് പുറത്തുള്ള ബ്രാഞ്ച് ആണെങ്കിൽ, അതായത് തൊട്ട് താഴെ കിടക്കുന്നുണ്ട് ഡയറക്ടർ ക്യാൻ സീക്ക് ദ ഇൻഫർമേഷൻ ഓൺലി ഇൻഡിവിജ്വലി. അതെന്താണെന്ന് പറയുന്നത് വെച്ചാൽ അവർ മിക്സപ്പ് ചെയ്തിട്ട്, നിങ്ങളുടെ ബുക്കിലെ ഈ സെക്ഷനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സപ്പ് ചെയ്തിട്ട്, അത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇന്ത്യക്ക് പുറത്ത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാണ്, ബ്രാഞ്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബ്രാഞ്ച് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ്. എന്നാൽ അത് നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്യണം, അത് നിങ്ങൾക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ചോദിക്കാം, ഡയറക്ടേഴ്സിന് ചോദിക്കാം. അവർക്ക് ഡയറക്ടർ എന്നുള്ള അവർ ഡയറക്ടർ ആണെങ്കിൽ മാത്രമേ ചോദിക്കാൻ പറ്റൂ. ഡയറക്ടറിൻ്റെ ഏജൻറ്റിനെയോ റെപ്രസെൻറ്റേറ്റീവിനെയോ അറ്റോർണി ഹോൾഡറിനെയോ അയക്കാൻ പറ്റത്തില്ല. ഡയറക്ടർ സ്വയമായിട്ട് ചെന്ന് ആ ഇൻഫർമേഷൻ ആവശ്യപ്പെടണം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ദ ഡയറക്ടർ ക്യാൻ സീക്ക് ഇൻഫർമേഷൻ ഓൺലി ഇൻഡിവിജ്വലി ആൻഡ് നോട്ട് ബൈ ഓർ ത്രൂ ഹിസ് അറ്റോർണി ഹോൾഡർ ഓർ ഏജൻറ്റ് ഓർ റെപ്രസെൻറ്റേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. കണ്ടോ? അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻഫർമേഷൻ ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ഡയറക്ടേഴ്സ് വേണമെങ്കിൽ പരിശോധിക്കാം. പക്ഷേ അവർ ഇൻഡിവിജ്വലി വേണം പരിശോധിക്കാനും ആവശ്യപ്പെടാനും. അതായത് അവർക്ക് വേണ്ടിയിട്ട് വേറൊരു ഏജൻറ്റിനെ അയക്കാനോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവിനെ അയക്കാനോ അറ്റോർണി ഹോൾഡർ അയക്കാനോ പറ്റത്തില്ല. പവർ ഓഫ് അറ്റോർണി എന്ന് പറയും. ഓക്കെ, അവരെ അയക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സബ്സെക്ഷൻ 128 സബ്സെക്ഷൻ 5. എത്ര നാളത്തേക്കാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓരോ വർഷവും സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഈ സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് 8 വർഷത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഇരിക്കുക. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2019-20. എന്നാൽ ഈ 2019-20ൻ്റെ തൊട്ട് മുകളിലുള്ള 8 പ്രീവിയസ് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ഇല്ലേ, ആ തൊട്ട് മുകളിലത്തെ പ്രീവിയസ് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ 8 വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ നശിപ്പിക്കരുത്. ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്ത് കത്തിച്ച് കളയരുത്, നശിപ്പിക്കരുത്, ഡിലീറ്റ് ചെയ്യരുത്. അത് പ്രിസർവ് ചെയ്ത് തന്നെ വെച്ചിരിക്കണം. അപ്പോൾ എത്ര വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബുക്ക് ആൻഡ് പേപ്പർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെച്ചിരിക്കണം. 8 വർഷം. കമ്പനി 8 വർഷം ആയില്ല രൂപീകരിച്ചിട്ട്, എന്നാൽ 5 വർഷം ആയതേ ഉള്ളൂ. എന്നാൽ 5 വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബുക്ക് ആൻഡ് പേപ്പറും റെലവൻറ്റ് ബുക്ക് ആൻഡ് പേപ്പറും ഒക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വെച്ചേക്കണം. അത് നശിപ്പിച്ച് കളയരുത്. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അതാണ് ഈ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. The books of accounts of every company relating to a period of not less than 8 financial years immediately preceding a financial year, or where the company had been in existence for a period less than 8 years, in respect of all preceding years together, with vouchers relevant to any entry in such books of accounts, shall be kept in good order. എന്ന് വെച്ചാൽ അത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കണം, കത്തിച്ച് കളയരുത്. 8 വർഷം കഴിഞ്ഞാൽ കത്തിച്ച് കളഞ്ഞോ കുഴപ്പമില്ല. പക്ഷേ സാധാരണ രീതിയിൽ കമ്പനികൾ അങ്ങനെ കളയാറില്ല. നിങ്ങൾ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ടില്ല, അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അവരുടെ ഓഫീസിലേക്ക് കയറുകയാണെങ്കിൽ കുറേ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അവരത് ഡിസ്ട്രോയ് ചെയ്ത് കളയത്തില്ല. കാര്യം ഗവൺമെൻറ് റെക്കോർഡ്സ് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടൊക്കെയാണ് അവർ എല്ലാ റെക്കോർഡ്സും ഇങ്ങനെ മെയിൻറ്റെയിൻ. ഓഫീസിൽ ഒരു സ്ഥലം പോലും ഉണ്ടാകത്തില്ല റെക്കോർഡ്സ് ഇല്ലാത്തത്. അത് മെയിൻ്റെനൻസ് ആണ്. അവർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാണ്, കളയുന്നില്ല. കഴിഞ്ഞ ട്രാൻസാക്ഷനാണ്, 1 വർഷമൊക്കെ കഴിഞ്ഞാണ്, 2 വർഷമൊക്കെ കഴിഞ്ഞാണ്. പക്ഷേ കമ്പനീസ് ആക്ടിൽ എന്താ പറയുന്നത്? 8 വർഷത്തെ റെക്കോർഡ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും റെലവൻറ്റ് ബുക്സ് ആൻഡ് പേപ്പേഴ്സും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രിസർവ് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. യഥാർത്ഥത്തിൽ 8 വർഷം വരെ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പക്ഷെ ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കമ്പനീസിൻ്റെ മേളിൽ ഇൻസ്പെക്ഷനൊക്കെ നടത്താൻ പറ്റും. കമ്പനീസ് ശരിയായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ആ ഇൻസ്പെക്ഷൻ ഓർഡർ പാസ്സാക്കുമ്പോൾ ചിലപ്പം ഇൻസ്പെക്ഷൻ നടക്കുന്നത് 8 വർഷത്തെ മുമ്പത്തുള്ള ഏതെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് മേളിലുള്ള ഇൻസ്പെക്ഷനൊക്കെ ആയിരിക്കാം. എന്നാൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് മേളിൽ ഒരു ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം. എന്നാൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ എടുത്ത് കത്തിച്ച് കളയരുത്. കാര്യം എന്താ? അതിൻ്റെ മേളിൽ ഒരു ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ 8 വർഷം വരെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പക്ഷേ ഏതെങ്കിലും 8 വർഷത്തിന് മുമ്പുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് നിങ്ങളുടെ കമ്പനിയുടെ പ്രവർത്തനത്തെ പറ്റി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ വല്ലതും പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ 8 വർഷം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞെടുത്ത് കത്തിച്ച് കളയോ ചീത്താക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷനാണത്. വേർ ആൻ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് ബീൻ ഓർഡർഡ് ഇൻ റെസ്പെക്ട് ഓഫ് എ കമ്പനി, ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഡയറക്ട് ദാറ്റ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മേ ബി കെപ്റ്റ് ഫോർ സച്ച് പീരിയഡ് ലോങ്ങർ ദാൻ 8 years. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആ ഓർഡർ ത്രൂ എന്ത് പറയാൻ പറ്റും? 8 വർഷം കഴിഞ്ഞാലും നിങ്ങളത് കത്തിച്ച് കളയേണ്ട, അതിൻ്റെ മേളിലൊരു ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് തീരുമാനിക്കാം അതിനെ പറ്റിയിട്ട്, ആസ് ഇറ്റ് മേ ഡീം ഫിറ്റ് ആൻഡ് ഗീവ് ഡയറക്ഷൻ ടു ദാറ്റ് ഇഫക്റ്റ്. ക്ലിയർ ആയോ? ലാസ്റ്റ് സബ്സെക്ഷൻ ആണ് സെക്ഷൻ 128ൻ്റെ സബ്സെക്ഷൻ 6. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെയല്ലേ പറഞ്ഞത്. ബുക്ക് ആൻഡ് പേപ്പറും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെയല്ലേ പറഞ്ഞത് ഈ സെക്ഷൻ 128 രജിസ്റ്റേർഡ് ഓഫീസിലൊക്കെ. ഇത് ആരുടെ ചുമതലയാണെന്നാണ് പറയുന്നത്?
The persons responsible to maintain books. As per section 128(6), the persons responsible to take all reasonable steps to secure compliance by the company with the requirements of maintenance of books of accounts shall be. ആരുടെയൊക്കെയാണ് ജോലി? മാനേജിംഗ് ഡയറക്ടറിനുണ്ട്, ഹോൾ ടൈം ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസിനുണ്ട്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിനുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു ജോലിക്ക്, എന്നാൽ അയാൾക്ക്. ക്ലിയർ ആയോ? അപ്പോൾ ആർക്കൊക്കെയാണ്? മാനേജിംഗ് ഡയറക്ടറിന് ചുമതലയുണ്ട്, ഹോൾ ടൈം ഡയറക്ടറാണ്. ഹോൾ ടൈം ഡയറക്ടർ ഫിനാൻസിൻ്റെ ഹെഡാണെങ്കിൽ, ഇൻചാർജ് ഓഫ് ഫിനാൻസ് ആണെങ്കിൽ അയാൾക്കുണ്ട്, CFOനുണ്ട്. അതുകൂടാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ പ്രകാരം ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, എന്നാൽ അയാളുടെ ഉത്തരവാദിത്വമാണ് ഈ ബുക്സ് സെക്ഷൻ 128 പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇനി അഥവാ ഈ സെക്ഷൻ പ്രകാരം നിങ്ങൾ നേരെ ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ സെക്ഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, അതായത് ക്യാഷ് ബേസിസിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു, അക്രൂവൽ ബേസിസിൽ അല്ലാതെ ക്യാഷ് ബേസിസിൽ, പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്തു, ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് പെനാൽറ്റി വരും. നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ പെനാൽറ്റി വരും. എങ്ങനെയാണ് പെനാൽറ്റി പ്രൊവിഷൻ പറയുന്നതെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഒന്നെങ്കിൽ ഇംപ്രിസർമെൻറ്റ്, അല്ലെങ്കിൽ പൈസ ആയിട്ടുള്ള പെനാൽറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ രണ്ടും കിട്ടും. അതായത് ഇംപ്രിസൺമെൻ്റ് എന്ന് വെച്ചാൽ ഈ വ്യക്തികൾക്ക് വേണമെങ്കിൽ 1 വർഷം വരെയുള്ള ഇംപ്രിസൺമെൻറ്റ് കിട്ടാം, അകത്ത് പോകാം. അല്ലെങ്കിൽ മിനിമം 50,000 രൂപ പെനാൽറ്റി അടിക്കും. അത് മാക്സിമം 5 ലക്ഷം വരെയും പോകാം ഈ പെനാൽറ്റി. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് കിട്ടും. അതാണ് ഈ പെനാൽറ്റി പ്രൊവിഷൻ. ഇൻ കേസ് ദ അഫോർ മെൻഷൻഡ് പേഴ്സൺസ് റെഫേർഡ് ടു ഇൻ സബ്സെക്ഷൻ 6 fail to take reasonable steps to secure compliance, they shall in respect of each offence be punishable with imprisonment for a term which may extend to 1 year or ആണ് with the fine which shall not be less than. അപ്പോൾ മിനിമം 50,000 അടിക്കും, ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh, അപ്പോൾ വരെ പോകാം. ഓർ ഭാഗ്യമുണ്ടെങ്കിൽ ബോത്ത്. ക്ലിയർ ആയോ? ഇനി അടുത്ത എന്താണ്? ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. XYZ Limited wants to maintain its books of accounts on cash basis. Is this a valid act of XYZ company? ആൻസർ പറയേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, നിങ്ങൾക്കറിയാം. അപ്പോൾ എക്സാമ്പിളും ഓക്കെ.